വാർത്തകൾ തുടരുന്നു. തൃശൂർ കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് അമ്പലത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. കൊമ്പൻ തടത്താവിള ശിവനാണ് ഇടഞ്ഞത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, നിരന്തരം ഇത്തരത്തിൽ ഉത്സവത്തിനെത്തിക്കുന്ന ആന ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ആനയെ തളയ്ക്കാനായ വിവരങ്ങൾ? തീർച്ചയായും ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെയാണ് സമാന രീതിയിൽ ചൂണ്ടലിൽ മറ്റൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തിലെത്തിച്ച ഒരു കൊമ്പൻ ഇടഞ്ഞത്. ഗംഗാപ്രസാദ്, എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് എന്ന് പറയുന്ന കൊമ്പൻ ഇന്നലെ ഇടഞ്ഞത്. അത് ഉച്ചതിരിഞ്ഞ് 3:30 ഇടഞ്ഞ ആനയെ 7 മണിയോടെയാണ് തളയ്ക്കാനായത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ കുന്നംകുളം മേഖലയിൽ തന്നെ മറ്റൊരു ആന ഈ സമാന രീതിയിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ എത്തിച്ച ആന ഇടയുന്നത്. ഇത് ഇടഞ്ഞത് കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിലെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. ആനയുടെ പേര് കൊമ്പൻ തടത്താവിള ശിവൻ എന്ന് പറയുന്ന ആനയാണ് ഇടഞ്ഞത്. ചമയം പുനരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിനായിട്ടായിരുന്നു ഈ ആനയെ അവിടേക്ക് കൊണ്ടുവന്നത്. ഇതിനിടെയാണ് ആന ഇടഞ്ഞത്. വൈകിട്ട് 6:45 ഈ ആന ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞ ആന അനുസരണക്കേട് കാട്ടുകയായിരുന്നു. നിലവിൽ റോഡിൽ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. കുന്നംകുളം അഞ്ഞൂർ റോഡിലെ കോടതിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആന ഇപ്പോൾ റോഡിൽ നിൽക്കുന്നത്. എലിഫന്റ് സ്ക്വാഡും അതുപോലെ പാപ്പാന്മാരും ഒക്കെ ചേർന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണെന്നാണ് വിവരം. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ആന റോഡിൽ നിൽക്കുകയാണ്. പ്രദേശത്തുള്ളവർ നിരവധി ആളുകളുണ്ട്, ഭീതിയിലാണ്. എന്തായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ആനയെ അധികം വൈകാതെ തളയ്ക്കാനാവുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതരുള്ളത്. പോലീസും അതുപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡും ഒക്കെ അതിനുവേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. നിരവധി ആളുകൾ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ കാണാം. നട റോഡിൽ തന്നെയാണ് ആന ഈ വൈകുന്നേരം നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന വഴി കൂടിയാണ്. ഈ റോഡിന്റെ നടുവിലാണ് ഈ ആന നിലയുറപ്പിച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം ആനയുടെ പുറത്ത് 3 പേരുണ്ട്. കോലം എന്തായാലും മറ്റും ഒക്കെ ആയി കയറിയ 3 പേർ ആനയുടെ പുറത്തുണ്ടെന്നാണ് ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. ആനയുടെ പുറത്ത് ആളുകളുണ്ട്. ഇവർക്ക് ഇറങ്ങാനായിട്ടില്ല. എന്തായാലും ആനയെ അധികം വൈകാതെ തന്നെ തളച്ച് ഈ മുകളിലുള്ളവരെ സുരക്ഷിതമായി താഴെ എത്തിക്കാൻ ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉൾപ്പെടെ ഉള്ളവരുള്ളത്. എന്തായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. വൃന്ദ. തൃശൂർ കുന്നംകുളത്താണ് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞത്. കൊമ്പൻ തടത്താവിള ശിവനാണ് ഇടഞ്ഞത്. ഇപ്പോഴും ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയുടെ പുറത്ത് ഇപ്പോഴും 3 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ അടക്കം താഴെ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പോലീസും എലിഫന്റ് സ്ക്വാഡ് അടക്കം അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.